ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 16-ാം ദിനം. മനുഷ്യൻ്റെ നിലനിൽപ്പ് ശാരീരിക സൗഖ്യത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ടതല്ല, ആത്മീകമായ അടിത്തറയിൽ അടിസ്ഥാനപ്പെട്ടും ഇരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഭൗതികമായ രോഗവിമുക്തി മാത്രമല്ല യേശുവിന് നൽകുവാൻ സാധിക്കുന്നത്. പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരവും തനിക്ക് ഉണ്ടെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. ഈ ഭാഗത്തിൻ്റെ തുടക്കവും ഒടുക്കവും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ഒരു കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനിലാണ് ഇതിൻ്റെ ആരംഭം. അവൻ കട്ടിൽ ചുമന്ന് മടങ്ങുന്നതിലാണ് ഇതിൻ്റെ ഒടുക്കവും. ഇവിടെ ആ രോഗിയല്ല പ്രാധാന്യം, മറിച്ച് ആ 4 സുഹൃത്തുക്കൾക്കാണ് പ്രാധാന്യം ഉള്ളത്. അവർ തങ്ങളുടെ സ്വന്തം ആവശ്യത്തിനായി ഭവനത്തിൽ നിന്ന് ഇറങ്ങിയവരാവാം. തങ്ങളുടെ സമയത്തിൻ്റെ ഒരു പങ്ക് ആ അവശതയിൽ കിടന്ന മനുഷ്യന് വേണ്ടി മാറ്റിവെക്കുവാൻ കഴിയുന്നു. പ്രിയമക്കളെ, നീ നിന്റെ സമയം ആവശ്യത്തിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരന്, നിന്റെ സഹോദരന് നൽകാറുണ്ടോ? നമ്മുടെ ആയുസ് വളരെ ചെറുതാണ്. ഈ ആയുസിൻ്റെ ദശാംശമെങ്കിലും പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കാറുണ്ടോ? ക്രിസ്തു ഇരിക്കുന്നിടത്ത് നിന്ന് അകലെയാകുമ്പോൾ പ്രിയമക്കളെ, നാം തളർന്നു പോകും. ക്രിസ്തു ഇരിക്കുന്നിടത്തേക്ക് എത്തിച്ചേരുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് കഴിയട്ടെ. അതാണ് ക്രിസ്തുവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നോമ്പ് നാളുകളിൽ ഭൗതികമായ സൗഖ്യത്തെക്കാൾ ഉപരി ആത്മീയമായ സൗഖ്യത്തെ അനുഭവിച്ച് ക്രിസ്തുവിൻ പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.